ഒരു ബിഗിനർ ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടൊരു ക്യാമറ വാങ്ങുക എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അയാളുടെ മുമ്പിലുണ്ടാവും. ലൈക്ക് ക്രോപ്പ് സെൻസർ വാങ്ങണോ, ഫുൾ ഫ്രെയിം വാങ്ങണോ, ബോഡിയിലാണോ അതോ ലെൻസിലാണോ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള ബോഡി വാങ്ങണം. ഇന്റർനെറ്റിലൊന്ന് കയറി യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊന്ന് തപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മൊത്തം ക്യാനൺ ഭ്രാന്തന്മാരുണ്ടാവും, നടുഭാഗത്ത് സോണി ഭ്രാന്തന്മാരുണ്ടാവും, വേറൊരു ഭാഗത്ത് കുറേ നിക്കോൺ ഭ്രാന്തന്മാരും, പിന്നെ കുറേ മൈക്രോ ഫോർ തേർഡ്സ്, ഫ്യൂജി ഫിലിം, ഇങ്ങനെ കുറേ പാനാസോണിക്കിൻ്റെ കുറേ ഭ്രാന്തന്മാരുണ്ടാവും. സോ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബിഗിനർ ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ക്യാമറ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരിക്കലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് കൊള്ളാം സോണി A6400 അല്ലെങ്കിൽ A7R Mark 5 അല്ലെങ്കിൽ കാനോൺ R6 എടുത്തോ R5 എടുത്തോ ഇങ്ങനൊരു ബ്രാൻഡ് ഒരു മോഡൽ ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. അങ്ങനെയല്ല നമ്മളൊരു ക്യാമറ വാങ്ങേണ്ടത്. നമ്മൾ ക്യാമറ വാങ്ങേണ്ടത് നമ്മൾ റിസർച്ച് ചെയ്ത്, നമ്മൾ കണ്ടെത്തി, നമ്മൾ മനസ്സിലാക്കിയാണ്. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒന്നാമത്തെ പോയിന്റാണ് ബ്രാൻഡ് എന്നൊരു സാധനം. ഈ ബ്രാൻഡ് എന്നൊരു സാധനം അത് നമുക്ക് പ്രധാനമായിട്ട് ഇപ്പം നമുക്കൊരു 4-5 ബ്രാൻഡുകൾ എടുക്കാം അല്ലേ. സോണി ഉണ്ട്, കാനോൺ ഉണ്ട്, നിക്കോൺ ഉണ്ട്, ഫ്യൂജി ഫിലിം ഉണ്ട്, പാനാസോണിക്കിൻ്റെ എൻ്റെ പേരിനായിരുന്നു എന്തുകൊണ്ട്, പിന്നെ ഒളിമ്പസ്, ഇങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡുകളുണ്ട് അല്ലേ. അപ്പോൾ ഏത് ബ്രാൻഡ് എടുക്കണം എന്നുള്ള ചോദ്യം, ടു ബി ഫ്രാങ്ക്, ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഏത് ബ്രാൻഡ് എടുത്താലും യു വിൽ ബി ഫൈൻ. കാരണം നിങ്ങളുടെ മുമ്പിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആവശ്യങ്ങളില്ല. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ് നിങ്ങൾ ആദ്യമായിട്ടൊരു ക്യാമറ എടുക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് ഞാനൊരു ക്യാമറ എടുത്ത 1500D എന്ന് പറഞ്ഞ ക്യാനോണിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്യാമറ വിത്ത് 15 15, 30, 55 അങ്ങനെ എന്തൊരു ലെൻസും കൂടി ആയിരുന്നു ആ കൂട്ടത്തിൽ കിട്ടിയിരുന്നത്. ആൻഡ് അതിൽ നിന്ന് ഞാൻ പഠിച്ച് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിൽ ഇനി ഒരു ഫുൾ ഫ്രെയിം ഇല്ല എന്നൊരു നിവൃത്തികേട് വന്നപ്പോഴാണ് ഞാൻ 6Dയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഇനി എൻ്റെ കഥ അവിടെ നിൽക്കട്ടെ. സോ ബ്രാൻഡിൽ വലിയ കാര്യമില്ല. ചില കാര്യങ്ങൾ അബ്സല്യൂട്ട് നെസസറി ആണ് നിങ്ങൾക്കെങ്കിൽ ആ രീതിയിലുള്ള ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ അതിനെ പറ്റിയൊരു മോഡൽ നിങ്ങൾക്ക് തപ്പിയെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഫോട്ടോയും എടുക്കണം, അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് വീഡിയോഗ്രഫിയിലും താല്പര്യമുണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഒരു ലോഗൊക്കെയുള്ള ഒരു ക്യാമറ തപ്പിപ്പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ കളർ ഗ്രേഡിങ് ചെയ്തെന്ന് നമ്മളുടേതായ രീതിയിലേക്ക് നമുക്ക് വളരാൻ പറ്റുള്ളൂ. പക്ഷേ നേരത്തെ എനിക്ക് ജസ്റ്റ് ഫോട്ടോഗ്രാഫി, ഞാൻ ഇത്രയും നാൾ ഫോണിൽ ഫോട്ടോ എടുത്തു, എനിക്കിനി ക്യാമറയിൽ കയറണം, മുട്ടിയിട്ട് നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ വരുന്ന ഏത് ക്യാമറയും ധൈര്യമായിട്ട് പോയി എടുക്കുക. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ സെക്കൻഡ് ഹാൻഡ്, ഫസ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ഫസ്റ്റ് ഹാൻഡ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. കാരണം ഇപ്പോൾ ഉള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ക്യാമറയും ദ റിയലി ഗുഡ്. മാത്രമല്ല ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഴയ കാനോൺ 6D ഒരു 8-10 വർഷം മുമ്പ് ഇറങ്ങിയ 6D പോയി എടുത്താലും നിങ്ങൾക്ക് മോർ ദാൻ ഇനഫ്. ഇപ്പോഴും എൻ്റെ കൂടെ എനിക്കറിയാവുന്ന കൂട്ടുകാരുണ്ട്, ന്യൂസിലാൻഡിലെ എൻ്റെ അനന്തകൃഷ്ണൻ കൂട്ടുകാരൻ, അടിപൊളിയായിട്ട് ആസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കുന്ന എൻ്റെ കൂട്ടുകാരൻ ഇപ്പോഴും കാനോൺ 6Dയിലാണ് ഫോട്ടോ എടുക്കുന്നത്. പിന്നെ അന്ന് ഞാൻ വാങ്ങിച്ച ആദ്യത്തെ 1300Dയും 500Dയും അവൻ്റെ കയ്യിലുണ്ട്. സോ ഫസ്റ്റ് പോയിന്റ് എപ്പോഴും ഓർക്കുക, ബ്രാൻഡ് റിയലി ഡസൻറ്റ് മാറ്റർ. സ്പെഷ്യലായിട്ടുള്ള നീഡ്സ് ഇല്ലെങ്കിൽ നമുക്ക് ബ്രാൻഡിൻ്റെ ആവശ്യം അധികമില്ല. കാരണം ഇത് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫുള്ള് തള്ളിമറിക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ കാണാം. നിങ്ങൾ സോണി വാങ്ങുമോ, നിങ്ങൾ നിക്കോൺ വാങ്ങുമോ, നിങ്ങൾ കാനോൺ വാങ്ങുമോ. അത് ആക്ച്വലി വെറുതെയാണ്. ഒരു ബ്രാൻഡ് ലോയാലിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം ഫോട്ടോഗ്രാഫിയിൽ പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ഒന്ന് വർക്ക് എടുത്ത് നോക്കുക. ശരിക്കും നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ആരും ഇന്ന ക്യാമറ ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഒരിക്കലും പറയില്ല. അവർ ക്യാമറ ഇപ്പോൾ എന്നതിൽ സാംസങ് ആണ്, മറ്റേ ഐഫോൺ ആണെന്ന് പറയുന്ന ഒരു ഇതോടെയാണ് പലരും സോണിയാണ്, കാനോൺ ആണ്. ഓഫ് കോഴ്സ് പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പം ചില കാര്യങ്ങൾ ആവശ്യമായിട്ട് വന്നേക്കാം. പക്ഷെ അല്ലാത്ത സാധാരണക്കാരിലേക്ക് ഇൻഫ്ലുവൻസേഴ്സ്, സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വെറുതെ പറയുന്നതാണ്. പിന്നെ ഇന്ന ക്യാമറ ഉണ്ടെങ്കിലേ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. ഒരു വല്ലഭൻ പുല്ലുവായതെന്ന് പറയുന്ന പോലെ നല്ലൊരു ഫോട്ടോഗ്രാഫറിന് നല്ലൊരു മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫോണിലാണെങ്കിലും അവൻ അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ ആൾക്കാർ പറയുന്നത് കേട്ട് ചുമ്മാ ബ്രാൻഡിൻ്റെ പുറകെ ഓടരുത്. രണ്ടാമത് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം വരുന്നതാണ്, സെൻസർ ഏതെടുക്കണം, ഫുൾ ഫ്രെയിം വേണോ, ക്രോപ്പ് സെൻസർ വേണോ, പിന്നെ മൈക്രോ ഫോർ തേർഡ് വേണോ. പിന്നെ ആരുടെ മുമ്പിൽ എനിക്ക് തോന്നുന്നില്ല ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റേ മീഡിയം ഫോർമാറ്റ് വലിയ ക്യാമറ വേണമെന്ന് ആരും ചിന്തിക്കില്ല. അതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങൾ പറയുന്നത്. വീണ്ടും ഞാൻ പറയുകയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുകയാണ്, ആക്ച്വലി സ്പീക്കിംഗ് ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഏതെടുത്താലും യാതൊരു കുഴപ്പമില്ല. ഏതൊക്കെ തരത്തിലുള്ള സെൻസറുകൾ, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ പോരായ്മകൾ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഇവിടെ കൊടുത്തേക്കാം, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളതൊന്ന്
കയറി കണ്ടു നോക്കാം, നിങ്ങൾക്ക് ഒരു ആവറേജ് ഐഡിയ കിട്ടും. പക്ഷേ നമ്മൾ ഇവിടുത്തെ വീഡിയോയുടെ ഒരു കോണ്ടസ്റ്റിലേക്ക് വരുമ്പോൾ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ക്രോപ്പ് സെൻസർ ഈസ് മോർ ദാൻ ഇനഫ്. നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച്, കാരണം ഈ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുൾ ഫ്രെയിം ക്യാമറയോ അല്ലെങ്കിൽ വലിയ അടിപൊളി ഇപ്പം ഒരു R5 അല്ലെങ്കിൽ R3 അല്ലെങ്കിൽ A7 R5 പോലെ ഒരു ക്യാമറ എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് പോലും അറിയത്തില്ല നിങ്ങൾ ഇത് ഒരു ഹോബി ആയിട്ടാണോ, അതൊരു പാഷനായിട്ടാണോ, അതോ ഇത് പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോകുന്ന പലരെയും പോലെ എന്നല്ല, ഒരുപാട് പേരെ പോലെ പെട്ടിക്കകത്ത് പൊടി പിടിച്ചിരിക്കുന്ന ഒരു സാധനമായിട്ട് മാറുമോ എന്ന് നമുക്കറിയില്ല. സോ വി ആർ ജസ്റ്റ് എക്സ്പ്ലോറിങ് ദ പോസിബിലിറ്റീസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അല്ലെ, നമ്മുടെ മുമ്പുള്ള സാധ്യതകളെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ ഒരിക്കലും തുടക്കത്തിൽ തന്നെ ഒരു വലിയ ഫുൾ ഫ്രെയിം ക്യാമറ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ബട്ട് ദാറ്റ് ബീയിങ് സെഡ്, ഫുൾ ഫ്രെയിം ക്യാമറകൾക്ക് ഫുൾ ഫ്രെയിം ക്യാമറയുടേതായ ഗുണങ്ങളുണ്ട്. ഫുൾ ഫ്രെയിം ക്യാമറകളുടേതായ ഗുണങ്ങളുണ്ട്, അത് അതിൻ്റെതായ യൂസ് ഉണ്ട്. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പടങ്ങൾ കണ്ടു നോക്കിയാൽ മതി. പക്ഷേ എന്നോട് പേഴ്സണലി ആ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ക്യാമറ എടുത്ത സമയത്ത് നീ ഫുൾ ഫ്രെയിം എടുക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ഫുൾ ഫ്രെയിം എടുക്കുകയില്ല. കാരണം നമുക്ക് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റീച്ച് കിട്ടുക, വില കുറഞ്ഞ ലെൻസുകൾ കിട്ടുക, ബോഡി നമുക്ക് പിന്നീട് മാറ്റേണ്ട വന്നാലും വലിയ നഷ്ടമില്ലാത്ത പൈസ, അങ്ങനെ ഒരു സംഭവമൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അതിന് ക്രോപ്പ് സെൻസറാണ് ഏറ്റവും നല്ലത്. കാരണം ക്രോപ്പ് സെൻസറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഫ്രെയിമിൻ്റെ നല്ല ക്വാളിറ്റി ലെൻസ് ഇടുകയും ചെയ്യാം, ക്രോപ്പ് സെൻസറിൻ്റെ ചീപ്പ് ലെൻസുകൾ ഇടുകയും ചെയ്യാം. അടുത്ത നമ്മളൊരു പോയിൻ്റാണ് സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് എന്നുള്ള കാര്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത്, അൺലെസ് നിങ്ങൾക്കൊരു സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് ഇല്ല എങ്കിൽ ഏത് ക്യാമറ എടുത്താലും കണക്കാന്ന് ഞാൻ പറഞ്ഞത്. ഈ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു തലത്തിലൂടെ കടന്നു, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ഫീൽഡ് കണ്ടെത്തി. അതിപ്പോൾ ലാൻഡ്സ്കേപ്പ് ആകാം, ആസ്ട്രോ ഫോട്ടോഗ്രാഫി ആകാം, മാക്രോ ഫോട്ടോഗ്രാഫി ആകാം, വൈൽഡ് ലൈഫ് ആകാം, വീഡിയോഗ്രാഫി ആകാം, എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ കണ്ടെത്തി. ഇതൊക്കെ പറയുമ്പോഴും നമ്മളെല്ലാവരും തുടക്കത്തിൽ മാക്രോയിലാണ്. അതാണ് അതിൻ്റെ ഒരു ഐ ഡോണ്ട് നോ വൈ, ഒരു മാക്രോ അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫിലാണ് എല്ലാവരും തുടങ്ങുക. പിന്നീടാണ് അവിടുന്ന് സാച്ചുറേറ്റ് ചെയ്ത് നമ്മളുടെ ഒരു ഫേവറേറ്റ് ഫീൽഡ് എക്സ്പ്ലോർ ചെയ്ത്. കാരണം തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം കാണുന്നുണ്ട്, അത് കഴിഞ്ഞ് പല ആൾക്കാരുടെയും നല്ല ഫോട്ടോസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിങ്ങനെ പതുക്കെ ഇതിനിങ്ങനെയുള്ള അങ്ങനെ എന്ന് പറഞ്ഞ് പോകുന്നത്. എനിവേ, നമുക്ക് ഈ ഒരു 3-4 ക്രൈറ്റീരിയാസ് ഒന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു മാക്രോ ഫോട്ടോഗ്രാഫി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏത് ക്യാമറ എടുത്താലും കുഴപ്പമില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിൻ്റെ പ്രധാനമായിട്ട് ലെൻസിലാണ് പ്രാധാന്യം, ക്യാമറ ബോഡിയിലല്ല. മാക്രോ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ മാക്രോ ലെൻസുകളാണ് പ്രധാനം. കൂടുതലും നമ്മൾ മാക്രോ ഫോട്ടോഗ്രാഫി ഔട്ട്ഡോർ എടുക്കുമ്പോൾ കുറച്ച് നല്ല ഡൈനാമിക് റേഞ്ചുള്ള സെൻസർ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ പല മാക്രോ ലെൻസുകളും f1.8 f2 ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ മാക്സിമം ലൈറ്റ് ഗ്യാദർ ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പല മാക്രോ ഫോട്ടോഗ്രാഫിയും നമ്മൾ കുറച്ചൊന്ന് വളർന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെല്ലാവരും ഫോക്കസ് ടാക്ക് ചെയ്യാൻ നോക്കും കൺട്രോൾഡ് എൻവയോൺമെൻറ്റിലാണെങ്കിൽ. അങ്ങനെ വരുമ്പം അതിനകത്ത് സോഫ്റ്റ്വെയറിനും വലിയൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ക്രോപ്പ് സെൻസർ ആണോ ഫുൾ ഫ്രെയിം ആണോ എന്ന് നമ്മൾ അധികം വറി ആവേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്യാമറ ബോഡിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം അത്യാവശ്യം ഫാസ്റ്റ് ഷട്ടർ അടിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ വേണം, അത്യാവശ്യം ഫാസ്റ്റ് നമുക്ക് റീഡ് ഔട്ട് ഡാറ്റ. അത് പക്ഷി പറന്നു പോകുമ്പോൾ ഒരു 3 ക്ലിക്ക് അടിച്ചതിന് ശേഷം ഇങ്ങനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മൊമെൻറ്റുകൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത്യാവശ്യം അതൊക്കെ പറയുമെങ്കിലും ഒരു 10 വർഷമായി ഈ മിറർലെസ്സിൻ്റെ ഒരു തള്ളിക്കയറ്റം വരുന്നതിന് മുമ്പ് 70 Mark IIഉം നിക്കോണിൻ്റെ കാനോണിൻ്റെ 1DX Mark IIഉം പിന്നെ നിക്കോണിൻ്റെ D850 ഒക്കെ കത്തി നിന്നിരുന്ന സമയത്ത് അതിനൊക്കെ മാക്സിമം ഉണ്ടായിരുന്ന 14 ഒക്കെ FPS ആയിരുന്നു. ഇന്ന് നമ്മുടെ 190, 200 ഒക്കെ FPS ആണുള്ളത്. അന്നത്തെ കാലത്ത് ആ ഈ 14, 7, 5 ഈവൻ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഒരു ആർട്ടിക്കിൾ വായിച്ച്, ഒരു ഇൻ്റർനാഷണൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിൻ്റെ ക്യാമറ 5D Mark IV ആണ്, 4-5 FPS എടുക്കുള്ളൂ. പക്ഷെ പുള്ളിയുടെ ഫോട്ടോസ് അനദർ ലെവലാണ്. ഈ പറഞ്ഞ 1DX Mark, ഈ പറഞ്ഞ R3 R1 ഒക്കെ എടുക്കാൻ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ ഫോട്ടോയുടെ 4 വരില്ല. അതാണ് പണി അറിയുക എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. എനിവേ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് വന്ന് ഞാൻ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്കൊരു 600mm f4 അല്ലെങ്കിൽ ഒരു 1300mm f5.6 അങ്ങനത്തെ ലെൻസുകളുണ്ട്. 10-16 ലക്ഷത്തിൻ്റെ 20 ലക്ഷത്തിൻ്റെ ലെൻസുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ലെൻസൊന്നും ആരും അവർക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന മാക്സിമം ആ ഒരു സമയത്ത് ഒരു 400mm അല്ലെങ്കിൽ ഒരു 150, 600mm ടാമറോൻ്റെ സിഗ്മയുടെ ഒക്കെ ലെൻസ് ആയിരിക്കും. അതിന് നമുക്കൊരു നല്ല ഫാസ്റ്റ് ക്രോപ്പ് സെൻസർ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ നമ്മുടെ R സീരീസിലൊക്കെ കുറേ ക്യാമറ ഉണ്ട്, സോണിയുടെ ഒക്കെ വളരെ ബിഗിനർ ലെവൽ, നിക്കോണിൻ്റെ ഒക്കെ നല്ല ക്യാമറ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നമ്മൾ
ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം ഫാസ്റ്റായിട്ട് ഷട്ടർ അടിക്കുന്ന ഒരു 5, 6, 7 മുതൽ അങ്ങോട്ട് FPS ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിലേക്ക് ഒന്ന് യു ക്യാൻ ഡു വിത്ത് എനി ലെൻസ് എനി ക്യാമറ, ഫുൾ ഫ്രെയിം ആയിക്കോട്ടെ, ക്രോപ്പ് സെൻസർ ആയിക്കോട്ടെ, ഷാർപ്പായിട്ടുള്ള ഒരു നല്ല സെൻസറുള്ള ഏത് ക്യാമറയിൽ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റും. പക്ഷേ ഫുൾ ഫ്രെയിം ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. നമ്മളെല്ലാവരും ഫുൾ ഫ്രെയിം ആണ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ. പറ്റുന്നിടത്തോളം വലിയ വലിയ ആൾക്കാരുകളൊക്കെ മൈക്രോ ഫോർ അല്ല, മറ്റേ നമ്മുടെ സംഭവമില്ലേ മീഡിയം ഫോർമാറ്റിലാണ് അങ്ങനെയുള്ള എടുക്കുന്ന ആൾക്കാരുടെ. കാരണം മോർ മെഗാ പിക്സൽ, മോർ ഡീറ്റെയിൽസ്, ലാർജ് ക്യാൻവാസ്, കാരണം ലാർജ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഒരാളല്ല, ഒരിതല്ല, ഒരുപാട് ചിലപ്പോൾ മലകളും പൂക്കളും പൂന്തോട്ടങ്ങളും ഉണ്ടാവും. അവിടെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ അതുപോലെ തന്നെ ലെൻസ് നമുക്ക് അത്ര വലിയ പ്രശ്നം വരുന്നില്ല. കാരണം F8 ഒക്കെയാണ് നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് ഷാർപ്പായിട്ടുള്ള നല്ലൊരു ലെൻസ് കിട്ടിയാലും മതി. വീഡിയോഗ്രാഫിയിലേക്ക് ഞാൻ അധികം ടച്ച് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും വീഡിയോഗ്രാഫിയിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ പുതിയ മിറർലെസ് ക്യാമറയും നല്ലതാണ്. പിന്നെ കുറച്ചുകൂടെ നന്നായിട്ട് വേണമെങ്കിൽ ലോഗ് ഫയൽസ് എടുക്കാൻ പറ്റുന്ന എടുക്കുക. 4K ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാനിതിപ്പോൾ എടുക്കുന്ന 4K ആണെങ്കിൽ പോലും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ 480 അല്ലെങ്കിൽ 720 1080 ഒക്കെ ആയിരിക്കും പലരും കാണുന്നത്. അപ്പോൾ തന്നെ അത്രയും മതി. പക്ഷേ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. 10 ബിറ്റ് കളേഴ്സ് ഉണ്ട്, കുറച്ച് കളർ റീഡ് ചെയ്യാൻ ഒരു സന്തോഷം, കൂടുതൽ പഠിക്കാൻ വേണ്ടിയുള്ളൊരു കൗതുകത്തിൻ്റെ പുറത്ത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോയ്ക്ക് അത്രമാത്രം വലിയ സംഭവം ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സ്ലോ മോഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 60 FPS 120 FPS ഒക്കെ ഉള്ളത് നോക്കുക. പക്ഷേ അതൊക്കെ പൈസ കൂടും. പക്ഷേ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അത്രയൊക്കെ ആവശ്യമുണ്ടോ? ആൻഡ് ആസ് എ ഫോട്ടോഗ്രാഫർ ഒരു ബീറോളോ ഒരു റീലോ എടുക്കാനായിട്ട് നമുക്ക് അത്രയും പൈസ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ ഇല്ല. സോ ഇൻ കേസ് നമ്മൾ പാതി വഴിക്ക് ഇട്ടുപോയാലും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് DSLR വേണോ മിറർലെസ് വേണോ എന്നുള്ള ഒരു ചോദ്യത്തിലൂടെ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നീണ്ടുപോയെന്ന് എനിക്കറിയാം. കാരണം ഇറ്റ്സ് എ ലോങ് ടോപ്പിക്. കുറച്ച് കാര്യങ്ങൾ സിമ്പിളായിട്ട് രസമായിട്ട് പറഞ്ഞു തരണമെങ്കിൽ സമയമെടുക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DSLR ആണോ മിറർലെസ് വേണോ? ഈ പറഞ്ഞ ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. DSLR ഔട്ട്ഡേറ്റഡ് ആയെന്നൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല. സംഭവം ശരിയാണ്. പക്ഷേ ഇതൊരു ഫോണല്ല 10 വർഷം കഴിഞ്ഞ് ഔട്ട്ഡേറ്റഡ് ആവാൻ. സ്റ്റിൽ യു ആർ ക്രിയേറ്റിംഗ് ആൻ ആർട്ട്. ആൻഡ് ഇഫ് യു ക്യാൻ ക്രിയേറ്റ് യുവർ ആർട്ട് വിത്ത് എനിത്തിങ്, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തുടക്കം ഒരാവശ്യമില്ലാത്ത മനസ്സിൽ. അപ്പോൾ ആ തുടക്കകാലത്തെ ആ ഒരു ക്യാമറ കൊണ്ട് വരെ നിങ്ങൾക്ക് മാസ്റ്റർ പീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് സ്പെസിഫിക് നീഡ്സ് ഇല്ല, നിങ്ങളൊരു ക്രൈറ്റീരിയ വെച്ച് പഠിക്കുന്ന ആൾക്കാരല്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് DSLR എടുത്താലും മിറർലെസ് എടുത്താലും യാതൊരു കുഴപ്പമില്ല. ടു ബി ഫ്രാങ്ക് ഞാൻ പറയാം. പിന്നെ ശരിക്കും താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു മിറർലെസ്സിലേക്ക് പോയിക്കോ എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മളൊക്കെ തന്നെ റീസെൻ്റ്ലിയാണ് 2 വർഷം മുമ്പൊക്കെയാണ് നമ്മൾ ഈ മിറർലെസ് എടുത്തത്. അത് മറ്റ് പല കാര്യങ്ങൾ കൊണ്ടാണ്. ഒരിക്കലും ഒരു ഫോട്ടോഗ്രാഫി പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു കുറവായതുകൊണ്ടൊന്നുമല്ല. ഇപ്പോൾ DSLR എടുത്ത മിറർലെസ് എടുത്താൽ ഒരു കുഴപ്പമില്ല. സെക്കൻഡ് ഹാൻഡ് എടുക്കണോ ഫസ്റ്റ് ഹാൻഡ് എടുക്കണോ? ഗോ ഫോർ സെക്കൻഡ് ഹാൻഡ്. നല്ല പീസ് കിട്ടുമെങ്കിൽ പഠിക്കാനല്ലേ, പണി പഠിച്ചിട്ട് കളഞ്ഞിട്ട് നല്ല എടുത്താൽ പോരെ. അപ്പോൾ ഇത്രയും പോയിന്റ്സാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തത്. വളരെ സിമ്പിളായിട്ട് തുടക്കാർക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുള്ളൂ. വളരെ ഇതാണ്. കാരണം ഇതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയാത്തതിന് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. റിസർച്ച് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഒരുപാട് പേരോട് ചോദിച്ചിട്ടാ ഇന്ന ക്യാമറ എങ്ങനെയുണ്ട്, ഇന്ന കാര്യത്തിലാണ് ഞാൻ നോക്കിയിട്ട് എന്നാ തോന്നുന്നു എന്നൊക്കെ ഞാൻ മറുപടി ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് റിസർച്ച് ചെയ്യേണ്ടത്, നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ക്യാമറ വാങ്ങണമെന്ന് എന്നോട് ചോദിച്ച് നിങ്ങളൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാനതിന് മറുപടി പലപ്പോഴും പറയാറുണ്ടെങ്കിൽ തന്നെ ഞാനിങ്ങനെ പറഞ്ഞ് ബ്രോ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 4-5 ക്യാമറകളുടെ പേര് പറ, നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നാണ് പറയുന്നത്. കാരണം നിങ്ങളാണത് കണ്ടെത്തേണ്ടത്, നമ്മളല്ല. പണി എളുപ്പമാക്കാൻ നോക്കരുത്, കഷ്ടപ്പെട്ട് പഠിച്ചാലേ രക്ഷയുണ്ടാവുള്ളൂ. എനിവേ ബൈ ഫോർ നൗ. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടേക്ക് കെയർ. പീസ്.